കനത്ത നാശമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ 5 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സംശയം. 9 സൈനികർ ഉൾപ്പെടെ 130 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. ഉത്തരകാശിയിലെ ധരാലിയിലേക്കുള്ള പാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിൽ എത്തുന്നതിന് ഇത് തടസ്സമാകുന്നുണ്ട്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്ത മേഖലയിൽ ഇന്ന് ആകാശ നിരീക്ഷണം നടത്തി. ധരാലിയിൽ നിന്നിപ്പോൾ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഈ രക്ഷാസംഘത്തിന് ആ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനോടകം എന്തൊക്കെയാണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, രക്ഷാപ്രവർത്തകർക്ക്, അതായത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരിൽ ഏതാണ്ട് കാൽ ഭാഗത്തിന് മാത്രമാണ് ഇതുവരെയും അവിടേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 200ഓളം രക്ഷാപ്രവർത്തകർ മാത്രമാണ് പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇവിടേക്ക് പോകുന്ന റോഡ് തന്നെയാണ് പ്രധാന വെല്ലുവിളിയായിരിക്കുന്നത്. ഇന്ന് ഉച്ചവരെ അതിശക്തമായ മഴ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഏറ്റവും വലിയ വെല്ലുവിളി റോഡ് തകർന്നിരിക്കുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രദേശം ധരാലിയിലേക്കുള്ള ഏക പാതയാണ് ഇത്. ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 5 മീറ്ററോളം ഉയരത്തിൽ ഈ റോഡ്, ടാർ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ താഴെയുള്ള നദിയിലേക്ക്, ഭഗീരഥി നദിയിലേക്ക് കുത്തിയൊലിച്ചു പോവുകയാണ് ഉണ്ടായത്. 1/4 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് ഇത്തരത്തിൽ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡ് എന്നുള്ളത് JCB ഉപയോഗിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിൽ BROയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇപ്പോൾ ഈ പ്രദേശത്ത് വാഹനം പോകുന്ന രീതിയിൽ നിരത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയും ബാക്കി ഏതാണ്ട് 25 മീറ്ററോളം സ്ഥലം ഇപ്പോഴും വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൂടി പൂർത്തിയായാൽ മാത്രമായിരിക്കും ഈ രക്ഷാപ്രവർത്തകർക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇവർക്കെല്ലാം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ റോഡ് വൃത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ ഒരു പാലം, 24 മീറ്റർ നീളത്തിലുള്ള പാലം, അത് ഈ ഭഗീരഥി നദി കുറുകെ കിടക്കുന്ന ആദ്യ പാലമാണ്. അത് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അവിടെ ബെയിലി പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ അതിനുള്ള സാമഗ്രികൾ ഉൾപ്പെടെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു റോഡ് ആദ്യം വൃത്തിയാക്കേണ്ടതുണ്ട്. സമാനമായി ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നിലേക്ക് മറ്റൊരിടത്തും ഏതാണ്ട് 200 മീറ്ററോളം ദൂരത്തിൽ റോഡ് പാടെ തകർന്ന് പാറക്കെട്ടുകൾ ഇടത്ത് വീണ് കിടക്കുകയാണ്. അതെല്ലാം മാറ്റി ഈ പാറ പൊട്ടിച്ച് ഇന്ന് രാത്രി തന്നെ മാറ്റാനായിരുന്നു ആദ്യ പദ്ധതി. എന്നാൽ ഇപ്പോഴും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ഇതുവരെയും ആ ദുരന്ത ഭൂമിയിലെ യഥാർത്ഥ ചിത്രം നമുക്ക് പുറത്തു കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ, ഉത്തരാഖണ്ഡിലെ ഈ ഒരു അപകടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാഹചര്യം എന്നുള്ളത്. കാരണം ഈ 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഏതാണ്ട് 180ഓളം പേരെ രക്ഷപ്പെടുത്തിയതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 100ഓളം പേരെ കാണാതായി എന്നാണ് പുറത്തു വന്ന കണക്കുകൾ. എന്നാൽ അതിലും എത്രയോ ഇരട്ടിയിലേറെ ആളുകളെ കാണാനുണ്ട്, വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇവിടെ നിന്നും ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരടക്കമുള്ളവരും നാട്ടുകാരും ഇത് തന്നെയാണ് പറയുന്നത്. ആ സമയത്ത് എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു കണക്ക് ലഭ്യമല്ല. അത് പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുന്ന കണക്കുകൾ, അതെല്ലാം ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമമായ കണക്കിലേക്ക് എത്തുക. നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി കൂടുതൽ യന്ത്രസാമഗ്രികൾ ഉള്ളത് കൊണ്ട് തന്നെ നിലവിലിപ്പോൾ റോഡ് നിരത്താൻ കൊണ്ടുവന്ന വാഹനങ്ങൾ ഉൾപ്പെടെ JCB അടക്കമുള്ളവ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ജോലികൾ. ഇനി രാവിലെ ആയിരിക്കും മറ്റ് നടപടികൾ, അല്ലെങ്കിൽ ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക. ഏതാണ്ട് 3 മണിക്കൂറോളം ഇനിയും ആവശ്യമായി വരും ഈ റോഡ് പുനഃസ്ഥാപിക്കാൻ എന്നാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും മുന്നോട്ട് മറ്റിടങ്ങളിലുള്ള റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുക. ബെയിലി പാലം ഇതിൽ ഏറ്റവും നിർണായകമാണ്. അവിടേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ NDRF ആദ്യഘട്ടത്തിൽ നേരിട്ടെത്താൻ പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഡെറാഡൂണിൽ നിന്നും ബട്ട്വാഡിയിൽ നിന്നും ഹെലികോപ്റ്ററുകൾ വഴിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോകുന്നത്. ബട്ട്വാഡിയിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ, ചിനൂക്ക് ഹെലികോപ്റ്ററുകളിൽ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോകേണ്ടത് ആവശ്യമായതിനാൽ തന്നെ ഏതാണ്ട് 3-4 ഉദ്യോഗസ്ഥർക്ക്, രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് ഒരു തവണ ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്.
ഇത്തരത്തിൽ ഒരു ടീമിനെ എത്തിക്കാൻ 10 തവണയോളം യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ്. സമീപകാലത്തെ എല്ലാം തന്നെ രാജ്യം നേരിട്ട ദുരന്തങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇത്. അത് ഈ പ്രദേശത്തേക്ക് ഏക വഴി മാത്രമാണ് ഉള്ളത് എന്നുള്ളതും പ്രതികൂല കാലാവസ്ഥ ഒപ്പം റോഡ് അടക്കമുള്ളവ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം, ഏതായാലും ആ ദുരന്ത ഭൂമിയുടെ പൂർണ്ണ ചിത്രം അതിപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് ബൽറാം അറിയിക്കുന്നത്. അവിടെ രക്ഷാദൗത്യ സംഘം എത്തി കൃത്യമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ എത്ര വലിയ ആഘാതമുണ്ടായി എന്നടക്കമുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തേക്ക് വരൂ എന്നാണ് ബൽറാം നെടുങ്ങാടി അവിടെ നിന്ന് അറിയിക്കുന്നത്.